ഹലോ, ഇന്ന് നമ്മളിവിടെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ചെറിയൊരു ട്രെയിൻ യാത്ര മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ട്രെയിനിനുള്ള കാത്തിരിപ്പ് തുടർന്നു. ട്രെയിനിൽ പ്രതീക്ഷിച്ചതിലും തിരക്ക് കുറവായിരുന്നു. പുറത്ത് ചാറ്റൽ മഴ ഉള്ളത് കൊണ്ടായിരിക്കണം പുറത്തെ കാഴ്ചകൾക്കൊക്കെ വല്ലാത്തൊരു ഭംഗി തോന്നിയത്. ആദ്യത്തെ യാത്ര ഷൊർണൂരിലാണ് അവസാനിച്ചത്. 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോറും എടുത്ത് ഉച്ചയൂണ് കഴിച്ചു. വീണ്ടും യാത്ര ട്രെയിനിൽ തന്നെ. രണ്ടാമത്തെ ട്രെയിന് ഷൊർണൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്കുള്ളതായിരുന്നു. പാലക്കാടിന് ശേഷമുള്ള കാഴ്ചകൾ എനിക്ക് എന്നും പുതുമയുള്ളതായിരുന്നു. ഇടയ്ക്ക് ചായയും പരിപ്പുവടയും. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഉണ്ണിയപ്പത്തിന് എന്തോ മധുരം കുറവുള്ളതുപോലെ തോന്നി. പാലക്കാടിന് ശേഷമുള്ള കാഴ്ചകളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തനത് കൃഷിഭൂമിയും ആൾത്തിരക്ക് കുറഞ്ഞ റെയിൽവേ സ്റ്റേഷനുകളുമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വരണ്ടുണങ്ങിയ കൃഷിഭൂമി മഴക്കാലത്തെ പ്രതീക്ഷിച്ചെന്നോണം നിൽക്കുന്നു. ചില റെയിൽവേ സ്റ്റേഷനുകളിലെ പേരുകളിലെ കൗതുകവും യാത്രക്കാർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രെയിൻ നിർത്തുമ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ചായക്കടക്കാരൻ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ. ഷൊർണൂരിൽ നിന്ന് നേരിട്ട് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ടാണ് തിരുച്ചിറപ്പള്ളിയിലേക്കും അവിടെ നിന്ന് തഞ്ചാവൂരിലേക്കും. ആദ്യ കാഴ്ചയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന അത്ഭുത നിർമ്മിതിയാണ് പെരിയ കോവിൽ അഥവാ ബൃഹദീശ്വര ക്ഷേത്രം. പുരാവസ്തു അത്ഭുതം എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്നു. വലിയ ക്ഷേത്രം തഞ്ചൈ പെരിയ കോവിൽ ബൃഹദീശ്വര ക്ഷേത്രം പേരു പറയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതും ലോകമെമ്പാടുമുള്ള നിരവധി സന്ദർശകരെ നഗരം ഇപ്പോഴും ആകർഷിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ശിവൻ എന്ന ബൃഹദീശ്വരൻ തന്നെയാണ്. കൂട്ടത്തിൽ ഒറ്റ കല്ലിൽ നിർമ്മിച്ച വലിയൊരു നന്ദിയെയും ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതേസമയം ക്ഷേത്രം 10,000 വർഷങ്ങൾക്ക് മുമ്പ് രാജരാജ ചോളൻ ഒന്നാമനാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ വാസ്തുവിദ്യ അത്ഭുതത്തെയും ചുറ്റിപ്പറ്റി നിരവധി നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അവയിലൊരു ഉദാഹരണമാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ചോള രാജവംശത്തിൻ്റെ കാലത്ത് 30 ടൺ ഭാരമുള്ള ഒരു കരിങ്കല്ലിൽ നിർമ്മിച്ച ഗോപുരം അഥവാ ഗോപുരത്തിൻ്റെ ആകൃതിയിലുള്ള ഘടന. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നും 200 അടി മുകളിൽ ആധുനിക ഉപകരണങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെ എങ്ങനെ ഉയർത്തിയെന്നോ ചരിത്രകാരന്മാർക്ക് പോലും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടുത്തെ മറ്റൊരു യാഥാർത്ഥ്യം. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം ക്ലോയിസ്റ്ററുകളാലും അതിൻ്റെ പുറം ചുറ്റളവ് കനത്ത ഇഷ്ടിക ചുവരുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒരു നന്ദി ദേവാലയം, 2 വിശാലമായ മണ്ഡപങ്ങൾ അഥവാ ആരാധന ഹാളുകൾ, അതുപോലെ തന്നെ ഒരു അന്തരള അതായത് മുൻമുറി, ഒരു ഉയർന്ന വിമാനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ക്ഷേത്രത്തിലേക്കുള്ള ഏക പ്രവേശനം കവാടങ്ങളായി വർത്തിക്കുന്ന പഴയ കാലഘട്ടത്തിലെ അലങ്കരിച്ചതും ഗംഭീരമായ ഗോപുരങ്ങളും ക്ഷേത്ര കവാടങ്ങൾ നിങ്ങൾക്ക് കാണാം. ക്ഷേത്രത്തിലെ നിഗിതങ്ങളും ഫ്രെസ്കോകളും നഗരത്തിൻ്റെ ഉയർച്ച മുതൽ അധംപതനം വരെയുള്ള ഭാഗ്യത്തെ വ്യക്തമായി വിവരിക്കുന്നു. ഗോപുരത്താൽ ചുറ്റപ്പെട്ട ശിവലിംഗം ചാന്തും ഇല്ലാതെ വിദഗ്ധമായി ബന്ധിപ്പിച്ച കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 80 ടൺ ഭാരമുള്ള അതിൻ്റെ കൊടുമുടിയിലെ കൂറ്റൻ കല്ലാണ് മറ്റൊരു അത്ഭുത കാഴ്ച കേട്ടോ.
ക്ഷേത്രം പൂർത്തീകരിക്കാൻ ഏകദേശം 7 വർഷമെടുത്തു. ആയിരക്കണക്കിന് തൊഴിലാളികളും കരകൗശല വിദഗ്ധരും ആനകളും ഇതിൽ പങ്കാളികളായി. പ്രദേശത്ത് എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത കട്ടിയുള്ളതും ഭാരമുള്ളതുമായ ഒരു കല്ലായ കരിങ്കല്ല് കൊണ്ടാണ് ക്ഷേത്രം പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നിത്യപൂജ നടക്കുന്ന ക്ഷേത്രത്തിൽ ഒന്നാണ് തഞ്ചാവൂർ പെരിയ കോവിൽ. 2024 ക്ഷേത്രം 1000 വർഷം പിന്നിട്ടത്. ആദ്യമായിട്ട് നൃത്തകലാരൂപമായ ഭരതനാട്യം രൂപം കൊണ്ടതും തഞ്ചയിൽ തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവയിൽ പ്രധാനമായൊരു വ്യക്തിയെ പറയാൻ വിട്ടിരിക്കുന്നു. അദ്ദേഹമാണ് കുഞ്ചരമല്ലൻ, ഈ ലോകാത്ഭുതത്തിൻ്റെ ശില്പി. ലോകത്തിലെ മഹാ അത്ഭുതമായ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്. ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പകൽ വെളിച്ചത്തിലെ ക്ഷേത്രത്തിൻ്റെ ഭംഗിയെല്ലാം കണ്ടതിനു ശേഷം രാത്രി സായാഹ്ന സന്ധ്യയിലെ വെട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. രാത്രി സമയത്ത് ക്ഷേത്രത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. തൂണുകളിൽ വെച്ച വെട്ടവും പുറത്ത് നിലാവിൻ്റെ വെളിച്ചവും എല്ലാം കൂടി ഒരു പ്രത്യേക ഭംഗി തോന്നി. അത് കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെയും അവിടെ തന്നെ നിന്നു. പകലിൻ്റെയും രാത്രിയുടെയും കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ചെറിയൊരു ചാറ്റൽ മഴയിലൂടെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.